നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റെഡി ആവാതെ ഇങ്ങനെ എടുത്ത് ബോൾ ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾ ബാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പറ്റിയിട്ടുണ്ടോ? അടുത്തത് ബോൾ മിഷനിൽ ബോൾ ഇട്ടിട്ട് ബോൾ വരുന്നത് കാരണം എന്താ? ആർക്കറിയാം. ബോളിന് പോലെ 2 ബോൾ ഇട്ടിട്ടും അത് കുടുങ്ങി. പക്ഷേ ഒരു ബോൾ ഞാൻ കൊള്ളിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഫുള്ള് പ്രാക്ടീസാണ് ഗൈസ്. ഇന്ന് രാവിലെ നമ്മൾ നേരെ പോകുന്നത് സ്പോർട്സ് വില്ലേജാണ്. ഞാനും എൻ്റെ കൂടെ നമ്മൾ ആദിത്യേശ്വരം ഉണ്ട്. അങ്ങനെ നമ്മൾ സ്പോർട്സ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. സ്പോർട്സ് വില്ലേജ് എത്തിയ ഉടനെ തന്നെ നമ്മൾ ഗേറ്റൊക്കെ തുറന്നു. നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നോക്കുന്നത് നമ്മളെ ടർഫ് വിക്കറ്റാണ്. ഈ ഒരു വ്യൂ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വെറൈറ്റി ഗ്രിൽസ് ആണ്. അത് നമ്മൾ ഈ ചെറിയൊരു ബോളിംഗ് മെഷീനിലാണ് ചെയ്യുന്നത്. ഈ മെഷീൻ ചെറുതാണെന്നും പറഞ്ഞ് ഇതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്ത്. ഇത് അടിപൊളി മെഷീനാണ്. നമ്മൾ വന്നുകൊണ്ട് ഫോം റോളർ എടുത്ത് നമ്മൾ വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട് വാമപ്പൊക്കെ? ഞാൻ മാച്ചിന് മുമ്പും ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തായിരുന്നു നമ്മൾ മാച്ചിനെ പോലെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാമപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത്. മെഷീൻ ചെക്ക് ചെയ്തു, അത് ഓടുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൽ തന്നെ ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഫ്റ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ബോളിംഗ് മെഷീൻ. നമ്മൾ ഈ ബോളിംഗ് മെഷീനിലാണ് ലോഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ബോളിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ബോൾ എല്ലായിടത്തും വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ള ബോൾ ലോഫ്റ്റ് ചെയ്യും, ഇല്ലാത്ത ബോൾ നമ്മൾ അതിനനുസരിച്ച് ഡ്രൈവും ഡിഫൻസും കളിക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ. നമുക്ക് നോക്കാൻ കഴിയും. ഇനി നമ്മുടെ ബോളിംഗ് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് നമ്മൾ ആദിത്യേശ്വരാണ്. ഇന്ന് ഞാനും അവന് ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് ഫുള്ള് നമുക്ക് ലോഫ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ആദ്യത്തെ ഈ ബോളിൻ്റെ വരക്കം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ നമ്മൾ ലോഫ്റ്റിംഗ് മാറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ ബോൾ നോർമലി കളിക്കാമെന്ന് വിചാരിച്ചു, അതായത് മെറിറ്റി കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ട്. അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബോൾ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം അടുത്ത സെറ്റ്. അപ്പോൾ നമ്മൾ ബോൾ കളിക്കുകയാണ് ചെയ്യുന്നത്. ബോൾ കളിച്ചാ ബക്കറ്റ് എടുത്തോണ്ട് വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് നല്ല പാടാണ് ചെയ്യാൻ. നമ്മൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ലാത്തതിൻ്റെ സംഭവം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം പാടെന്ന് തോന്നുന്നത്. എന്നാലും നമ്മളിതാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യം നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? ഒരു സെറ്റ് കൂടി ചെയ്യാം. ഒരു സെറ്റ് കൂടെ നമ്മളിപ്പോൾ ചെയ്യുന്ന സംഭവം തന്നെ ചെയ്യാൻ കഴിയും. ഗൈസ്, രണ്ടാമത്തെ സെറ്റ് തുടക്കത്തിൽ നമുക്ക് കുറച്ച് ലോഫ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിട്ട് തോന്നി. എന്നാലും പിന്നെ അങ്ങോട്ട് ഫുള്ള് ലോഫ്റ്റിംഗ് ആയിരുന്നു. ഉള്ള ബോൾ നമ്മളെന്തായാലും 6 അടിച്ചിരിക്കും, ആ ഒരു മൈൻഡായിരുന്നു. കണ്ട ഗൈസ്, ബോളിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ക്ഷമിക്കണം, ബാറ്റിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ബോൾ കൊള്ളുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോളും ഡ്രൈവ് വരുന്നുണ്ട്. ആ ഡ്രൈവിൻ്റെ ബോൾ നമ്മൾ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ലോഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോളും 6 അടിക്കണമെന്നല്ല, ഇടയ്ക്ക് ബൗണ്ടറീസ് ഒക്കെ വന്നാലും അതും ലോഫ്റ്റിംഗ് ആയിട്ട് കൂട്ടും. ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്താലും പിന്നീട് നമുക്കിത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഈ ബോളിംഗ് മെഷീൻ വെച്ചാൽ അടിപൊളിയാണ്. തൊട്ടടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതൊരു ഏകദേശം ഒരു 5-6 മീറ്റർ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്പീഡിലാണ് ബോൾ വരുന്നത്. 2 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. 2 സെറ്റ് വെച്ച് മാറി ബാറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് ആദിത്യേശ്വരാണ്. അപ്പോൾ Under-14 Under-16 സ്റ്റേറ്റ് പ്ലെയർ ആണ്. അടിപൊളി ബാറ്റ്സ്മാനാണ്. അവൻ്റെ ബാറ്റിംഗ് ഒന്ന് കണ്ടു നോക്ക് ഗൈസ്. അവൻ കുറച്ച് നേരം സമയം എടുത്താണ് ബാറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബോൾ കളിച്ചിട്ട് പെട്ടെന്ന് ബാറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഒരു ബോൾ കളിച്ചിട്ട് ഗ്രിപ്പൊക്കെ നോക്കി സ്റ്റാൻസൊക്കെ നോക്കിയാണ് ബാറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നത്? നമ്മളിന്ന് 7 മണിക്ക് പ്രാക്ടീസ് തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 10-10 ആയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ എത്ര മണിക്കാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്? പറഞ്ഞത് ശരിയാണ് കേട്ടോ. 7 മണിക്കാണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയത്. 7 to ഒരു 2-2:30 വരെ നമ്മൾ ചെയ്ത് കാണും. കാരണം ഗൈസ്, ഇപ്പോൾ ആദ്യത്തെ കാട്ടിലും അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ലോഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ബോളും ബാറ്റിലും കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാർഗറ്റിന് കളിക്കാം. 6 ബോൾ എത്രയാണ്? 10. 6 ബോൾ 10 ആണ്. അപ്പോൾ നമുക്ക് ഫീൽഡ് തുടങ്ങാം. 5 കളിയിൽ കവേഴ്സ്, ലോങ് ഓൺ, ലോങ് ഓഫ്, സ്ക്വയർ ലെഗ്, കവേഴ്സ്, ലോങ് ഓൺ, ലോങ് ഓഫ്, മിഡ് വിക്കറ്റ്, സ്ക്വയർ ലെഗ് പുറത്താണ് ഞാൻ ബാറ്റ് ചെയ്യുന്നത്. നോക്കാം ഗൈസ്, നമുക്കിട്ട ഫീൽഡ് 5 പുറത്താണ്. ഫസ്റ്റ് ബോൾ 1 റണ്ണാണ്. രണ്ടാമത്തെ ബോൾ എത്ര റണ്ണാണ് കിട്ടും നോക്കാം. രണ്ടാമത്തെ ബോൾ നല്ലൊരു അടിയാണ്. അതെന്തായാലും ബൗണ്ടറി ഉറപ്പാണ്. പക്ഷെ അവൻ ബൗണ്ടറി ചെയ്യുന്നില്ല. 1 റൺ എന്നാണ് പറയണത്. ഓക്കെ, 1 റണ്ണ് മതി. 4-9. മൂന്നാമത്തെ ബോൾ അത് 6 കിട്ടണം ഗൈസ്. അത് അടിപൊളി അടിയായിരുന്നു. അതെന്തായാലും ഉറപ്പായിട്ട് 6. അപ്പോൾ അതിലും തർക്കിച്ചു. എന്നിട്ട് അവസാനം അവൻ അത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് 6 ആണ്. പിന്നെ എത്ര? 3 ബോളിൽ നിന്ന് 1.
എത്ര നല്ല അടി അടിച്ചിട്ടും അവന് 1-2 റൺസ് ഒക്കെ തരാൻ തോന്നിയോളൂ. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ബോളും ബൗണ്ടറി, അതാണ് ലക്ഷ്യം. അങ്ങനെയാണ് ജയിക്കാൻ. ഒരു ബോൾ 1 റണ്ണാണ്. ലാസ്റ്റ് ബോളിൽ തന്നെ നമ്മളൊരു കിടിലടി 6. പക്ഷെ അവൻ ആദ്യം ഔട്ട് എന്നൊക്കെ പറഞ്ഞു, പിന്നീട് അവൻ സമ്മതിച്ചു 6 എന്ന്. അതാണ് ഗൈസ് നമ്മൾ. നല്ലൊരു അടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കളി ജയിച്ചിട്ടുണ്ട്. അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇന്നത്തെ നല്ലൊരു പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മളിതാ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഫ്രൂട്ട് സർബത്ത് ഉണ്ട്. നമ്മൾ ഫ്രൂട്ട് സർബത്താണ് ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ശിവ വരുന്നുണ്ട്. ശിവ ഇതോടെ നമുക്കാ സെറ്റ്. അപ്പം നമുക്കിന്ന് മാങ്ങ കഴിക്കാം. താങ്ക്സ് റാ. കഴിയണം കൊണ്ട് എല്ലാടെ കഴിയണം. അവൻ ഇങ്ങോട്ട് പോകണം. കഴിയണം. ഇതിലൂടെ നമ്മള് കായപ്പൊടി ഇടും, കുരുമുളക് ഇടും. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാനാണ്. പോണ വഴിക്കാണ് ഈ ചായക്കട. അടിപൊളി ചായയാണ് ഗൈസ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു 7-8 വടകളൊക്കെയാണ് ഇവിടെ നിന്ന് ചായയുടെ കൂടെ കഴിക്കുന്നത്. ഗൈസ് അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.